അപ്പൊ സ്റ്റഡി സെന്റർ എക്സാം സെന്റർ വെവ്വേറെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ആധാർ കാർഡ് ആണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെ, കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കും. ഒരുപാട് അങ്ങ് എഴുതിക്കൊണ്ടിരിക്കുക, പക്ഷെ പിന്നീടായിരിക്കും അവസാനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാനുള്ള ഒരു സമയം കിട്ടാതെ വരുന്നത്. തികയാതിയിൽ എഴുതുവാണെങ്കിൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നമുക്കറിയാം NIOS 2025 ഒക്ടോബർ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ പബ്ലിക് തിയറി പരീക്ഷകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പരീക്ഷകൾ വരാനായിട്ട് പോകുന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു പരീക്ഷകൾക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ 2026 ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് ഓൾറെഡി നമ്മൾ ഈ ഒരു എക്സാമിന് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇതെല്ലാം തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. സോ ആ ഒരു വീഡിയോസിന്റെ എല്ലാം ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തേക്കാം. സോ ആ ഒരു വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണണം കേട്ടോ, എന്നിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ഇനിയിപ്പം നാളത്തെ കഴിഞ്ഞ് നമ്മുടെ 10ാം ക്ലാസ് NIOS 10ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളുടെ പരീക്ഷകൾ ആരംഭിക്കുകയാണ്. അപ്പൊ നാളത്തെ കഴിഞ്ഞ് നമുക്കറിയാം മലയാളമാണ്. അതുപോലെ തന്നെ ചില വിഷയങ്ങളുടെ ഒക്കെ പരീക്ഷകൾ നേരത്തെ തന്നെ ആരംഭിച്ചു. എങ്കിലും നമ്മുടെ ലാംഗ്വേജ് അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നാളത്തെ കഴിഞ്ഞാണ് നമ്മുടെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മലയാളത്തിന്റെ പരീക്ഷ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ +2 വിദ്യാർത്ഥികൾക്ക് 24-ാം തീയതി മലയാളത്തിന്റെ പരീക്ഷ ഇല്ല. രണ്ടു കൂട്ടർക്കും ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമാണ് ആദ്യത്തെ ഒരു എക്സാം, അല്ലെങ്കിൽ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം ആദ്യമായിട്ടൊക്കെ ആയിരിക്കും NIOS നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത് എന്നുള്ളത് ആദ്യമേ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ NIOS ഹോൾ ടിക്കറ്റ്, ഇപ്പൊ ഹോൾ ടിക്കറ്റ് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഹോൾ ടിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അത് പബ്ലിക് തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പൊ അതിന്റെ ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി ആരെങ്കിലും ഈ പറഞ്ഞ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് വഴി നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ആ ഒരു ഹോൾ ടിക്കറ്റിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എക്സാം സെന്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറെ കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, മിസ്സേ സ്റ്റഡി സെന്ററും നമ്മുടെ എക്സാം സെന്ററും തമ്മിൽ വ്യത്യാസമുണ്ടോ? എനിക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റഡി സെന്റർ ഇന്ന സ്കൂളായിരുന്നു, പക്ഷെ ഇപ്പം നമ്മുടെ ഹോൾ ടിക്കറ്റ് നോക്കുമ്പോൾ വേറൊരു സ്കൂളാണ് കിട്ടിയിരിക്കുന്നത്, അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ സ്റ്റഡി സെന്ററും എക്സാം സെന്ററും വെവ്വേറെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് രണ്ടും ഒന്നാണെന്ന് കരുതിക്കൊണ്ടിരിക്കുകയല്ല. ഹോൾ ടിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന പരീക്ഷാ കേന്ദ്രം ഏതാണോ അവിടെയാണ് നമ്മൾ തിയറി പരീക്ഷയ്ക്ക് പോവേണ്ടത്. അപ്പൊ സ്റ്റഡി സെന്ററും എക്സാം സെന്ററും വെവ്വേറെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം തെറ്റ് വരുത്തിയേക്കല്ല. ചില ആളുകൾ സ്റ്റഡി സെന്ററിലേക്ക് നേരെ പോകും, അതായത് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഹാൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ തന്നെ സ്റ്റഡി സെന്ററിലേക്ക് പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ടായിരിക്കും ചിലപ്പോ ഈ പറയുന്ന ഹാൾ ടിക്കറ്റ് നോക്കുന്നത്. ഹാൾ ടിക്കറ്റ് നോക്കുമ്പോൾ എക്സാം സെന്റർ അതല്ല. അങ്ങനെ വരുമ്പോഴത്തേനും പിന്നെ എക്സാം എഴുതാൻ പറ്റാതെ വരുന്നു. അതല്ലെങ്കിൽ പിന്നെ ആ ഒരു സ്ഥലത്തുനിന്ന് എക്സാം സെന്ററിലേക്ക് പോകാനായിട്ട് നോക്കുമ്പോൾ ദൂരെ കൂടുതലാണ്, അങ്ങനെ ആ ഒരു എക്സാം എഴുതാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള കുട്ടികളും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നേരത്തെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ എക്സാം സെന്റർ എക്സാം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ ഏതാണോ സെന്റർ കൊടുത്തിരിക്കുന്നത് ആ ഒരു പരീക്ഷാ കേന്ദ്രത്തിലാണ് നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് പോകേണ്ടത്. അപ്പൊ ഹാൾ ടിക്കറ്റ് എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ NIOS ID കാർഡ് അല്ലെ, ആ ഒരു അഡ്മിഷൻ കൺഫേം ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് NIOS ID കാർഡ് ലഭിക്കുന്നതാണ്. ആ ID കാർഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള പ്രിന്റ് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫ്, അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ആധാർ കാർഡ് ആണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെ. അപ്പൊ ഇത്രയും കാര്യം, അപ്പൊ ഈ ആധാർ കാർഡ് ഒറിജിനൽ വേണം കേട്ടോ നിങ്ങളുടെ കയ്യിൽ. ബാക്കി ഹാൾ ടിക്കറ്റ് ആയാലും അതല്ലെങ്കിൽ നിങ്ങളുടെ NIOS ID കാർഡ് ഒക്കെ ആണെങ്കിലും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള പ്രിന്റ് നിങ്ങളുടെ നിങ്ങൾ കൈവശം വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള
മറ്റ് കാര്യങ്ങൾ അല്ലെ, പെന്നായാലും പെൻസിലായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലെടുക്കുക. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, കാൽക്കുലേറ്റർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതല്ലാതെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ ഇന്ന സാധനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതുമായിട്ട് വേണം നിങ്ങൾ എവിടെ പോകാനായിട്ട്, പരീക്ഷയ്ക്ക് പോകാനായിട്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എക്സാം സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ചിലർക്കൊക്കെ എക്സാം സെന്റർ അങ്ങ് ദൂരെ ആയിരിക്കും അല്ലെ. അതായത് ഇപ്പം വീടിന്റെ ആ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വീടിന്റെ അവിടുന്ന് എക്സാം സെന്റർ കുറച്ച് ദൂരെയൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ഒന്ന് അതിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എക്സാം സെന്റർ അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ എല്ലാവരും. അപ്പൊ ബസ്സിലൊക്കെ ഉള്ള ആളുകളോട് ഒന്ന് ചോദിച്ചു നോക്കുക, അല്ലെ കണ്ടക്ടറോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്കൂളൊക്കെ അവർ പറഞ്ഞു തരും, എത്ര മണിക്കൂറുണ്ട് എന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ വിവരങ്ങൾ കിട്ടുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെ എക്സാം സെന്റർ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവിടെ എക്സാമിന് പോവുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം എല്ലാ പരീക്ഷകളും എന്താ ഉച്ചയ്ക്ക് ശേഷമാണ് അല്ലെ. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം ആവുമ്പോ തന്നെ നിങ്ങൾ എന്താണ്, ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു 1:30 ആകുമ്പോൾ നമ്മുടെ എക്സാം സെന്ററിൽ ചെല്ലുന്ന രീതിയിൽ വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടാനായിട്ട്. അതല്ലാതെ കറക്റ്റ് ടൈമിൽ ചെല്ലാന്നുള്ള രീതിയിൽ നിൽക്കരുത്. കാരണം മൊത്തത്തിൽ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു 1:30 ആകുമ്പോൾ പരീക്ഷാ കേന്ദ്രത്തിൽ ചെല്ലുന്ന രീതിയിൽ വേണം വീട്ടിൽ നിന്ന് പുറപ്പെടാനായിട്ട്. കൂടാതെ നമുക്കറിയാം പരീക്ഷയുടെ സമയത്ത് നമുക്ക് കൂൾ ഓഫ് ടൈം ഉണ്ട്. 15 മിനിറ്റ് ആണ് കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. ആ ഒരു 15 മിനിറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് അത് കേട്ടോ. എല്ലാ നമ്പേഴ്സും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടോ, എല്ലാ ക്വസ്റ്റ്യൻസും അച്ചടിച്ച് വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ കോഡ് നമ്പർ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു സമയമാണ് ഈ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ശേഷം നമുക്ക് വരുന്ന അറിയാം, എക്സാം എഴുതുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു OMR ഷീറ്റ് ഫില്ല് ചെയ്യാനുണ്ട് അല്ലെ. ആ ഒരു OMR ഷീറ്റ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ OMR ഷീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പരീക്ഷ എഴുതി തുടങ്ങുന്നത്. എക്സാം എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ എഴുതി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സബ് ആയിട്ടൊക്കെ കൊടുത്തിട്ട്, ഇപ്പൊ ചില ക്വസ്റ്റ്യൻസിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1.1 1.2 എന്നൊക്കെ പറഞ്ഞ് കാണും അല്ലെ. അപ്പൊ അത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ക്വസ്റ്റ്യൻ നമ്പർ ഇടാനായിട്ട് നിന്നേക്കല്ല. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒക്കെ അതിൽ എക്സാമിന് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്കറിയാം നമുക്ക് 26 മാർക്ക് മതി അല്ലെ. ഇപ്പൊ സയൻസ് വിഷയങ്ങൾ എടുത്തിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് 21 22 ആ റേഞ്ചിലൊക്കെ മതി ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വരുമ്പോൾ. അപ്പൊ ആ ഒരു മാർക്ക് മതി നമുക്ക് പാസ്സാകാൻ. ബാക്കിയെല്ലാം TMAയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് 33 മാർക്ക് എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കണം. കാരണം നമുക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു 1/2 മാർക്ക് കിട്ടിയ അത്രയാകും അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം വിട്ടുപോയിട്ടില്ല. ഇന്ന ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വിട്ടുകളയാനല്ല നോക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ അതിനകത്ത് നമ്മൾ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ MCQ ടൈപ്പ് ചോദ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അതിലൊക്കെ നമുക്കറിയാം ഒരു 1 തൊട്ട് 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം MCQ ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതുവാണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ആ ഒരു ഫുൾ മാർക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട്, ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ട്, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ഉണ്ട്, എസ്എ ടൈപ്പ് ഉണ്ട്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ടൈമും കൂടെ നമ്മൾ നോക്കണം കേട്ടോ. അത് ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 3 മണിക്കൂറിന്റെ എക്സാം ആണെങ്കിൽ 3 മണിക്കൂർ, ഇനി 2.5 മണിക്കൂറിന്റെ എക്സാം ആണെങ്കിൽ 2.5 മണിക്കൂർ. ഇത് കറക്റ്റ് അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം എത്രയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷ എഴുതുക. ഇപ്പൊ മലയാളം ഒക്കെ ആണെങ്കിൽ അറിയാം ഒരുപാട് സമയം ഉണ്ടെന്ന് ഓർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് അങ്ങ് എഴുതിക്കൊണ്ടിരിക്കുക. പക്ഷെ പിന്നീടായിരിക്കും അവസാനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാനുള്ള ഒരു സമയം കിട്ടാതെ വരുന്നത്, തികയാതെ വരും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വേണം പരീക്ഷ എഴുതാനായിട്ട്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. പിന്നെ ക്വസ്റ്റ്യൻസ് ചില സബ്ജക്ട് ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇതൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വരച്ച് ഇൻക്ലൂഡ് ചെയ്യാം. ബയോളജി ഒക്കെ നമുക്കറിയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അല്ലെ. 10ാം ക്ലാസ്സുകാര് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പൊ പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് പോയിന്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, എക്സാം എഴുതാനായിട്ട്. അതിനുശേഷം വേണം നിങ്ങൾ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട്. അപ്പൊ ആ രീതിയിൽ എഴുതുവാണെങ്കിൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ്, നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ഓരോ വിഷയം പഠിക്കുമ്പോഴും മലയാളം
സെക്കൻഡ് ലാംഗ്വേജ് ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് മാക്സിമം ഒരു 5 പോയിന്റ് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകണം. അതല്ലാതെ കഥ വായിച്ചിട്ട് പോകാനല്ല പറയുന്നത്. ഓരോ ടോപ്പിക്കിനെ കുറിച്ച് ഒരു 5 പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആ 5 പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ഷീറ്റിൽ എഴുതുക. അതിനുശേഷം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ പേപ്പർ നോക്കുന്ന ആൾക്കാർക്കും എന്തായിരിക്കും, എളുപ്പമായിരിക്കും. കാരണം നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ തന്നെ 5 പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എളുപ്പവഴി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ അടുത്ത ദിവസങ്ങളിലെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും NYSC അഡ്മിഷൻ എടുത്തിട്ടുള്ള 10ാം ക്ലാസ്സുകാരാണെങ്കിലും +2 വിദ്യാർത്ഥികളാണെങ്കിലും ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, പരീക്ഷ എഴുതാനായിട്ട്. അപ്പൊ വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. മാക്സിമം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അവിടെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വെച്ചോണ്ട് പിന്നെ ഇരുന്നേക്കല്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോവാം. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണ്ടേ, ചില കുട്ടികൾ എന്നോട് ചോദിക്കുന്നത്, മിസ്സേ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ അങ്ങ് എഴുതി പൊക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് അറിയത്തില്ലാത്ത അങ്ങ് പെൻഡിങ് ആക്കി വെക്കാം, എന്നിട്ട് പിന്നെ അത് എഴുതാന്ന് പറയാം. അപ്പൊ അതിന്റെ ആവശ്യകത നമുക്ക് വരുന്നില്ല. നമ്മൾ ആദ്യം തൊട്ട് തന്നെ അങ്ങനെ അങ്ങ് എഴുതിക്കോളൂ. കാരണം നിങ്ങൾ ഇപ്പൊ ആദ്യമായിട്ടൊക്കെ പരീക്ഷ എഴുതുന്ന ആൾക്കാർ, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയാൻ നോക്കാം, ആദ്യം എഴുതി അവസാനത്തേക്ക് പിന്നെ ബാക്കിയുള്ളതൊക്കെ. അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ഒന്ന് തൊട്ട് ആ ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതി പോവാ. ഇനി അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് അറിയാലോ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വിട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് പിന്നീട് നിങ്ങൾ അവസാനത്തേക്ക് പോകും. ചില ആൾക്കാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യും, മൊത്തത്തിൽ ഓടിച്ചിട്ട് നോക്കിയിട്ട് അങ്ങനെ ഇടയ്ക്കുന്നൊക്കെ വരി വരിച്ച് അങ്ങോട്ട് എക്സാം എഴുതാം. അങ്ങനെ വേണ്ട. ഓരോ ക്വസ്റ്റ്യനും നോക്കി നിങ്ങൾ ഓർഡർ തന്നെ പോരുക. അതിന്റെ ഇടയിൽ ക്വസ്റ്റ്യൻ, ഇപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് 5ന്റെ ആൻസർ അറിയില്ലാത്തത് അത് വിട്ടുപോയിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ട് നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ നിങ്ങൾ കടക്കുക. അങ്ങനെ എഴുതി വന്നിട്ട് ലാസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്, അപ്പൊ അത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഇത്ര മണിക്കൂർ എനിക്ക് വേണം എന്നുള്ളത്, ഒരു അരമണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾ എഴുതി പോവാ. ലാസ്റ്റ് പെൻഡിങ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് അറിയാവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിൽ പോയിന്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും കൂടി അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തേക്കാം. ഈ രീതിയിൽ വേണം പരീക്ഷ എഴുതാനായിട്ട് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കാം. അപ്പൊ എളുപ്പമായിരിക്കും. എക്സാംസ് ഒക്കെ നന്നായിട്ട് പഠിക്കാം. മെയിൻ സബ്ജക്റ്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന അക്കൗണ്ടൻസി, ഹിസ്റ്ററി, എക്കണോമിക്സ് അല്ലെ, ഇതൊക്കെയാണ് നമ്മുടെ പഠിച്ച തലയിലോട്ട് കയറാത്ത സാധനങ്ങൾ. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇതിന്റെയൊക്കെ എക്സാംസ് ആയിരിക്കും കുറച്ച് ടഫായിട്ട് വരിക. ബാക്കി എല്ലാം നിങ്ങൾക്ക് എളുപ്പമുള്ള എക്സാംസ് ആയിരിക്കും കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പാസ് ആകാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾക്ക് കൂടുതൽ സമയം കൊടുത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് പരീക്ഷ എഴുതുക. വേറെ ഒന്നും പറയാനായിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം അടുത്ത ദിവസങ്ങളിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കാൻ. ടെൻഷൻ ആവണ്ട. നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വർഷം തന്നെ നിങ്ങളുടെ SSLC ആയിക്കോട്ടെ +2 ആയിട്ടെ കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റോട് കൂടി നിങ്ങൾക്ക് ഉപരിപഠനത്തിന് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വെറും 6 മാസം കൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി SSLC അല്ലെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്യാം, അതും ഓൺലൈനായി. ബേസിക് എഡ്യൂക്കേഷൻ ഇന്ന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് LB അക്കാഡമി നൽകുന്നത്. സ്റ്റേറ്റ്, CBSE, ICSE സിലബസിലെ ക്ലാസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. മാത്രമല്ല PSC, UPSC, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃതമാണ് LB അക്കാഡമിയുടെ കോഴ്സുകൾ. ഒരു അക്കാഡമിക് കംബാക്കിനായി നിങ്ങൾ തയ്യാറാണെങ്കിൽ 8 വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ LB അക്കാഡമി നിങ്ങൾക്കായി വഴിയൊരുക്കുന്നു. LB അക്കാഡമി ഓൺലൈൻ ക്ലാസ്സസ്. Contact for more details 9495808055 9207197379 പാലത്തിങ്കൽ ബിൽഡിംഗ്, പേട്ട ജംഗ്ഷൻ, എറണാകുളം.